ഓക്കെ, അപ്പം ഈ ഒരു മാസം ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. അപ്പം അടുത്ത മാസം വരാൻ പോകുന്ന കുറച്ച് വമ്പൻ ലോഞ്ചുകളുടെ ലിസ്റ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ പല പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന മോഡൽസ് ഉണ്ട്. അതായത് 50,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന മോഡൽസ് ഉണ്ട്, അതുപോലെ 30,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന സ്മാർട്ട് ഫോൺസ് ഉണ്ട്, ഈവൻ 20,000 രൂപ ബഡ്ജറ്റിൽ വരെ വരുന്ന സ്മാർട്ട് ഫോൺസിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോഡൽ ഈ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ അതില്ലായിരുന്നെങ്കിൽ ആ ഒരു മോഡൽ ഏതാണെന്നുള്ളതും കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഒരു സ്മാർട്ട് ഫോണാണിത്. അതായത് സാംസങ് ഗാലക്സി X23 FE എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40,000-45,000 രൂപ ആ ഒരു പ്രൈസ് കാറ്റഗറിയിലായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റോ അല്ലെങ്കിൽ എക്സിനോസിൻ്റെ ചിപ്സെറ്റോ ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ പ്ലസ് 5 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് IP റേറ്റിംഗ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 50 mAh OS സപ്പോർട്ട് ആവുന്ന ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 4000 mAh ബാറ്ററിയും അതുപോലെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ചാർജർ ബോക്സിൽ ഉണ്ടാവില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിരിക്കുക. പിന്നെ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Pixel 8 സീരീസ് ലോഞ്ച് ചെയ്യും, അടുത്ത മാസം ലോഞ്ച് ചെയ്യും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു October 4th ആണ് ആ ഒരു ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ ഈ ഒരു 8 സീരീസ് ലോഞ്ച് ചെയ്യും, അതായത് 8ഉം 8 Proയും. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നമുക്ക് 8ൽ വരുന്നതെന്ന് പറയുന്നത് 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. ടെൻസറിൻ്റെ G3 ആണ് ചിപ്സെറ്റും കാര്യങ്ങൾ വരുന്നത്. 4500 mAh ബാറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. Pixel 8 Pro എന്നുള്ള സമയത്ത് നമുക്ക് സെയിം സൈസ് തന്നെയാണ് സ്ക്രീൻ സൈസ് വരുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് 6.7 ഇഞ്ചിൻ്റെ QHD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. ടെൻസറിൻ്റെ ആ ഒരു G3 ചിപ്സെറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. 5000 mAh ആയിരിക്കും ബാറ്ററി കാര്യങ്ങളും വരുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിക്സലിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതും പ്രൈസ് ഏകദേശം ഒരു 50,000 രൂപ ആ ഒരു പ്രൈസിൻ്റെ കാറ്റഗറിയിലായിരിക്കും വരാൻ പോകുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കറക്റ്റ് പ്രൈസിങ് അറിയില്ല, പക്ഷേ എന്തായാലും ഇതിൻ്റെ ലോഞ്ച് October 4th ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്സൽ സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ടിരിക്കുക, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനി അടുത്തായിട്ടെന്നുള്ളത് പറയുന്നത് ടെക്നോൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതും നമുക്ക് 50,000 രൂപ ബഡ്ജറ്റിൽ താഴെ വരുന്നൊരു സ്മാർട്ട് ഫോണാണ്. നോർമലി നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ നോക്കുന്ന സമയത്ത് കുറച്ച് പ്രൈസ് കൂടുതലാണ്, പക്ഷേ ഈ ഒരു മോഡൽ 50,000 രൂപ ബഡ്ജറ്റിന് താഴെയാണ് വരുന്നത്. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 50,000 രൂപ ബഡ്ജറ്റിന് താഴെ ഒരു ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ ആയിരിക്കും ടെക്നോൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ഒരു ടെക്നോ ഫാൻറ്റം V Flip എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. 6.9 ഇഞ്ചിൻ്റെ ഫോൾഡബിൾ ആയിട്ടുള്ള LTPO ടെക്നോളജിയുള്ള സ്ക്രീനാണ് ഇതിൽ വരുന്നത്. അതുപോലെ Dimensity 8050 എന്നുള്ള ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരുന്നത്. ഡ്യുവൽ ക്യാമറ സിസ്റ്റം ആയിരിക്കും വരുന്നത്. അതായത് 64 MP വിത്ത് OS സപ്പോർട്ടായിട്ടുള്ള ഡ്യുവൽ ക്യാമറ സിസ്റ്റം ആയിരിക്കും വരുന്നത്. നമുക്കിനകത്ത് 4000 mAh ബാറ്ററിയും അതുപോലെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ചും കാര്യങ്ങളും October 1st വീക്കിലായിരിക്കും എന്നുള്ളത് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ആ ഒരു വീക്കിൽ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും. കറക്റ്റ് ഡേറ്റ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. OnePlusൻ്റെ ഓപ്പൺ എന്ന് പറയുന്ന ഫസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, അത് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് ഓപ്പോൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതായത് ഓപ്പോൻ്റെ Find N3 എന്ന് പറയുന്ന ആ ഒരു മോഡലും ഈ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു മോഡലും സിമിലർ ആയിട്ടുള്ള സ്പെക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു Find N3 എന്ന് പറയുന്ന മോഡൽ ഈ ഒരു ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ 18 അല്ലെങ്കിൽ 19 ആ ഒരു ഡേറ്റിൽ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6.8 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങളും വരുന്നുണ്ട്, മെയിൻ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കവർ സ്ക്രീനായിട്ട് വരുന്നത് 6.3 ഇഞ്ചിൻ്റെ ആ ഒരു സ്ക്രീനാണ് കവർ സ്ക്രീനായിട്ട് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ചിപ്സെറ്റ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ 64 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. 4800 mAh ബാറ്ററി കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഇതേ സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് OnePlusൻ്റെ ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു മോഡൽ വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിരിക്കുക. ആ ഒരു മോഡലും ചിലപ്പം ഈ ഒരു മാസം ലോഞ്ച് ചെയ്യാനുണ്ട്, അതായത് ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാസം ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ലോഞ്ച് ചെയ്തില്ലായിരുന്നു. ചിലപ്പം ഈ ഒരു മാസം ഇത് രണ്ടും ഒരുമിച്ച് ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഏകദേശം 50,000 മേളിൽ പോകാൻ ചാൻസ് ഉണ്ട്, നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് വിവോൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് വിവോൻ്റെ V29 സീരീസ് ഉണ്ടല്ലോ, അത് ഈ ഒരു മന്ത് അതായത് ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം October 4th അല്ലെങ്കിൽ 5th ആ ഒരു ഡേറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ് അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. വിവോ V19 ഉണ്ട്, അതുപോലെ വിവോ V19 Pro എന്ന് പറയുന്ന മോഡലുണ്ട്. ഈ രണ്ട് മോഡലാണ് വരുന്നത്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 778G എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 64 MP ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് വരുന്നത് വിത്ത് OS സപ്പോർട്ടായുള്ള ആ ഒരു ക്യാമറ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. 4600 mAh ബാറ്ററിയും 66 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏകദേശം 30,000 രൂപ ബഡ്ജറ്റ് ആ ഒരു കാറ്റഗറിയിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന് താഴെ ആയിരിക്കും ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത്
സമയത്ത് കുറച്ച് പ്രൈസ് ആയിരിക്കും. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഓഫറും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 30 ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ കിട്ടും എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി റെഡ്മിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഒരു നോട്ട് 13 എന്ന് പറയുന്ന സീരീസ് വരുന്നുണ്ട്. അതായത് റെഡ്മി നോട്ട് 13 എന്ന് പറയുന്ന ആ ഒരു സീരീസ് നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6.7 ഇഞ്ചിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ബേസ് മോഡലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോ വേരിയൻറ്റിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്ന സമയത്ത് OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ് ഒരു മോഡൽ വരുന്നതെങ്കിൽ ഡിമെൻസിറ്റി 700 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് അതിൻ്റെ പ്രോ വേരിയൻറ്റിൽ വരുന്നതെന്നാണ് എനിക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. 200 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു മോഡൽസിൽ വരാൻ പോകുന്നതെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്, രണ്ട് മോഡൽസിലും. അതുപോലെ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കാര്യങ്ങളും വരുന്നുണ്ട്. ബേസ് മോഡലിൽ കുറച്ചും കൂടെ താഴെയുള്ള ഒരു ക്യാമറ സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു 200 മെഗാപിക്സൽ നമ്മുടെ മെയിൻ അതായത് പ്രോ വേരിയൻ്റ് ഉണ്ടല്ലോ അതിലായിരിക്കും ഈ ഒരു 200 മെഗാപിക്സൽ വരുന്നത്. രണ്ട് മോഡലിലും OIS സപ്പോർട്ട് ആവുന്ന ക്യാമറ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. IP68 റേറ്റിംഗ് കാര്യങ്ങളും ഈ ഒരു രണ്ട് മോഡൽസിലും ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നല്ലൊരു റേറ്റിംഗ് ആണ്. ഒരു മോഡലിൽ 5100 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ മറ്റൊരു മോഡലിൽ 5000 mAh ബാറ്ററിയും അതുപോലെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു രണ്ട് മോഡൽസ് വരുന്നത്. ഇനി ഇതിൻ്റെ 13 Pro Plus എന്ന് പറയുന്ന ഒരു മോഡലും കൂടെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ രണ്ട് മോഡൽസിനെ കുറിച്ചാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒക്ടോബറിൽ വരാൻ പോകുന്ന കുറച്ച് സ്മാർട്ട് ഫോൺസ് ലോഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡൽസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഏതെങ്കിലും മോഡലിന് വേണ്ടി നിങ്ങളിപ്പം ഈ ഒരു ലിസ്റ്റിൽ അറിഞ്ഞപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ ബൈ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു മോഡൽ ഏതാണെന്നുള്ളതും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് Pixel 8 സീരീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ലിങ്കിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.